അച്ഛൻ എൻ്റെ ബഹുമാനപ്പെട്ട റവറൻ തോമസ് എബ്രഹാം, അതുപോലെ ഇന്ന് ഇവിടെ ഞങ്ങളോട് സ്നേഹം പങ്കുചേരുവാനായിട്ട് ടീനയുടെ ഈ ഗ്രാഡുവേഷൻ പാർട്ടിയിൽ സ്നേഹം പങ്കുചേരുവാനായിട്ട് വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ കൂട്ടുകൈ. ഇതുപോലെ ഒരു ദിവസം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എല്ലാ ജോലികളൊക്കെയും മാറ്റിവെച്ചിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഞങ്ങളോടൊത്ത് സ്നേഹം പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ആശ്വാസം കരുതുവാനും വന്നു ചേർന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ടീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീനയുടെ ജന്മം തന്നെ ഞങ്ങൾക്കെല്ലാം വിഷമം കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ഉണ്ടായ കുട്ടിയാകുന്നു. ആ സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് പല സമയങ്ങളിൽ വന്ന പലരും കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുവനച്ചാനായിരുന്നു. കുഞ്ഞുവനച്ച പല ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലും കുഞ്ഞുവനച്ചാൻ ഞങ്ങളോടുള്ളത് ഒരു സന്തോഷം ഞങ്ങൾക്ക് തരുന്ന ഒരു വസ്തുതയാകുന്നു. അതുപോലെ ഡെന്നിസ് പറഞ്ഞതുപോലെ ടീന ഇപ്പോഴും എൻ്റെ ഒരു ബേബി ആയിട്ടാണ് അവരെല്ലാവരും കളിയാക്കുന്നത്. കാര്യം അതേപോലെയാണ് ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ ഡാഡി എന്ന ഉപരിയായിട്ട് ഒരു കൂട്ടുകാരൻ പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ടീന ഒരു ബേബി തന്നെയാണ് എൻ്റെ. അതുപോലെ ഞങ്ങളുടെ ഈ ഒരു അവസരം അവരുടെ ജനനം മുതൽ അവരുടെ പഠിത്തം മുതൽ ഈ സമയം വരെയും ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പഠിക്കുവാനുള്ള ബുദ്ധി, ശക്തി, ജ്ഞാനം ഇതിനൊക്കെയും വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ ഇപ്പോൾ നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി സ്തോത്രം അർപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ കൂട്ടിയിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാകുന്നു. ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ മിടുക്കോ അല്ലെങ്കിൽ അവരുടെ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്ന് മാത്രമാകുന്നു. അതിന് 1000 സ്തോത്രം പറഞ്ഞാലും മതിയാകുകയില്ല. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും എന്നെ തന്നെ താഴ്മപ്പെടുത്തുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും ടീനയുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്ക് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുപോലെ ബന്ധുമിത്രാദികൾ, അങ്ങനെ കൂട്ടുകാർ, അങ്ങനെ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു.